ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനിതിനോട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തോട്, കോൺഗ്രസ് പ്രസിഡന്റിനോടും ശ്രീ രാഹുൽജിയോടും ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറയുക. എന്നെ ഇതിന് പ്രാപ്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരും ടീം UDF ആയി നിന്ന ഞങ്ങളുടെ UDF നേതാക്കന്മാരുമാണ്. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു. വ്യക്തിപരമായി കിട്ടിയ ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. അതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ 10 നാൾ നീണ്ട ഉദ്വേഗങ്ങൾക്കും ആകാംക്ഷകൾക്കുമൊടുവിൽ ആ സുപ്രധാന പ്രഖ്യാപനം വന്നിരിക്കുന്നു. 140-ൽ 102 സീറ്റുകളെന്ന വമ്പൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തിയ UDF സർക്കാരിനെ ഇനി VD സതീശൻ നയിക്കും. ഹൈക്കമാൻഡിന്റെ ദിവസങ്ങൾ നീണ്ട മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ ഡൽഹിയിൽ AICC പ്രതിനിധികളായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ദീപദാസ് മുൻഷിയുമാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി അദ്ദേഹത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ പേരുകൾ ഉയർന്നു വന്ന സജീവമായ ചർച്ചകൾക്കൊടുവിലാണ് സംസ്ഥാനത്തെ അടുത്ത മുഖ്യമന്ത്രിയായി VD സതീശനെ കോൺഗ്രസ് ദേശീയ നേതൃത്വം തെരഞ്ഞെടുത്തത്. പറവൂരിൽ നിന്നും 25 വർഷം മുമ്പ് ആരംഭിച്ച ഒരു നിയമസഭാംഗത്തിന്റെ യാത്ര ഇന്ന് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ ക്ലിഫ് ഹൗസിലേക്ക് എത്തി നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവിൽ നിന്നും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം നടന്നു കയറുമ്പോൾ ഈ അന്തിമ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയത് എങ്ങനെയാണ്? ഡൽഹിയിൽ നടന്ന രാഷ്ട്രീയ അണിയറ നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? നേർക്കാഴ്ച ഇന്ന് ചർച്ച ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫാദർ ജോൺസൺ തേക്കടയിൽ. അച്ഛാ, സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, ഏകദേശം ഒരു 10 ദിവസമായിട്ടൊക്കെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു നാണക്കേടുണ്ടായിരുന്നു. വലിയൊരു ഭൂരിപക്ഷത്തിൽ UDFിന് അധികാരത്തിൽ എത്തിച്ചിട്ട് പോലും ഒരു സ്വന്തമായൊരു മുഖ്യമന്ത്രിയെ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു നാണക്കേട്. അതെന്തായാലും ഇന്ന് മാറിക്കിട്ടി. VD സതീശനെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി സത്യപ്രതിജ്ഞ അധികാരമേൽക്കുന്നു, അത്തരത്തിലൊക്കെ. എന്നിരുന്നാലും ആദ്യമായി അച്ഛനോട് ചോദിക്കാനുള്ളൊരു കാര്യം, ഒരു സ്വാഭാവികമായ ഒരു ചോയ്സായിരുന്നു VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി. കാരണം പ്രതിപക്ഷ നേതാവായിട്ട് കഴിഞ്ഞ 5 വർഷം UDFിനെ മുന്നോട്ട് നയിച്ച വ്യക്തി, UDFിൻ്റെ തന്നെ മുൻനിരയിൽ ഘടകകക്ഷികളെല്ലാവരും ഒത്തൊരുമിച്ച് വലിയ ശക്തമായ ഭാഷയിൽ UDFിനെ അധികാരത്തിലെത്തിക്കാനായിട്ട് VD സതീശന് സാധിച്ചു. പ്രതിപക്ഷ നേതാവായതുകൊണ്ട് തന്നെ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് സ്വാഭാവികമായി അത് VD സതീശൻ എന്നൊരു പേരിലേക്ക് എത്തേണ്ടതായിരുന്നു. ഒരു 24 മണിക്കൂറിനുള്ളിൽ ഗവർണറെ കണ്ട് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അധികാരമേൽക്കാവുന്ന ഒരു അവസ്ഥയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അങ്ങനെ 24 മണിക്കൂറിന് പകരം 11 ദിവസത്തെ ഒരു യാത്രയായിരുന്നു ഇവിടെ സംഭവിച്ചത്. 11 ദിവസം കഴിഞ്ഞിട്ടും എത്തിപ്പെട്ടത് ആ ഒരു VD സതീശൻ എന്ന പേരിലേക്ക്. ഇത്ര ദൂരം VD സതീശൻ എന്ന പേരിലേക്ക് എത്താൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് സഞ്ചരിക്കണമായിരുന്നു. എന്തായിരുന്നു പിന്നിൽ? സാമാജികരായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും നമ്മുടെ അഭിവാദ്യങ്ങളും സ്നേഹാദരങ്ങളും നന്ദിയും നമ്മൾ അറിയിക്കുകയാണ്. 140 പ്രതിനിധികൾക്കും ശ്രീ VD സതീശൻ സ്വാഭാവികമായിട്ട് മലയാളി മനസ്സിന്റെ ഒരു ചോയ്സായിരുന്നു മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്തെ. എന്നാൽ നമുക്കറിയാവുന്ന ഓരോ പാർട്ടിക്കും അവരുടെ ചില രീതികളുണ്ട്. പ്രത്യേകിച്ച് അധികാരികളായിട്ടുള്ള മറ്റു 2 പേരും കൂടെ ശ്രീ KC വേണുഗോപാൽ നമുക്ക് ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ശ്രീ രമേശ് ചെന്നിത്തല പ്രായം കൊണ്ടായാലും പരിചയ സമ്പത്ത് കൊണ്ടായാലും മുൻനിരയിൽ നിൽക്കുന്ന ഒരു നിയമസഭാ സാമാജികനാണ് അദ്ദേഹം. ഈ മത്സര രംഗത്തെ CM എന്നുള്ള നിലയിലേക്ക് മത്സര രംഗത്തേക്ക് വരികയും അതോടൊപ്പം തന്നെ ശ്രീ KC വേണുഗോപാൽ ഈ രംഗത്തേക്ക് ചെയ്ത സമയത്ത് അവരുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്റർനാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡ് ആവുന്നതിന്റെ തീരുമാനമെടുക്കേണ്ടത്. അപ്പൊ അവർ ചെയ്ത് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശ്രീ VD സതീശനെ സമ്മതമല്ലാത്ത ചില സാമുദായിക നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കറിയാം, ശ്രീ VD സതീശനെ പച്ചയ്ക്ക് മോശപ്പെട്ട വാക്കുകളൊക്കെ ഉപയോഗിച്ച വ്യക്തി, വനവാസത്തിന് പോകുമ്പോൾ ചർച്ച ചെയ്തുള്ള വ്യക്തി. മാത്രമല്ല, ഇവിടെ മത സൗഹാർദ്ദതയെ തകർക്കുന്ന വിധത്തിലുള്ള ഒരുപാട് സംസാരങ്ങൾ കൊണ്ടുവന്ന സമൂഹത്തില്
അന്തരീക്ഷം വരുത്തുവാൻ ശ്രമിച്ചാലുള്ള സമുദായ നേതാക്കന്മാരൊക്കെ ഉള്ള നാട്ടിലേക്കാണ് ഒരു മുഖ്യമന്ത്രി പൊതുവായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ പരമോന്നത സമിതി വളരെ കാര്യക്ഷമമായിട്ട് എല്ലാവരുമായിട്ടും ഒരു ചർച്ച നടത്തേണ്ടിയിരുന്നു. അത് സ്വാഭാവികമായിട്ട് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഏറ്റവും നന്മ നിർമ്മിതമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് ശ്രീ വി ഡി സതീശൻ എന്ന പറഞ്ഞിരുന്നെങ്കിൽ പല ആളുകളും അതിനെതിരെ വളരെ ശക്തമായിട്ട് തന്നെ രംഗത്ത് വരികയും വളരെ കലുഷിതമായ അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ സംജാതമാക്കി ഭരണസ്തംഭനം പോലും ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നുള്ള യാതൊരു സംശയം. എന്നാൽ ഇന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പ് അതിന് 10 ദിവസം കഴിഞ്ഞ് 11ാമത്തെ ദിവസത്തിൽ വരുമ്പോൾ ഒരു വലിയ നിലയിൽ തന്നെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്തുകൊണ്ട് ശ്രീ വി ഡി സതീശൻ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കണം എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാക്കി. നമുക്കറിയാവുന്നവരെ ശ്രീ വി ഡി സതീശന്റെ ജനകീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും നിയമസഭാ സാമാജിക എംഎൽഎമാർ നല്ല പങ്കാളികളും അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിരുന്നില്ല എന്നൊരു വാർത്ത നമുക്ക് ഒരു ശരിവെച്ചിട്ടുമാണ്. ഞാൻ പലതുമായിട്ട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പല ആളുകൾ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്, കൃത്യമായി മറുപടി പറയാൻ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ശ്രീ വി ഡി സതീശൻ അവരുടെ മനസ്സിലൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആ സമയങ്ങളില്ലായിരുന്നു. എന്നാൽ ഹൈക്കമാൻഡ് ഈ കാര്യങ്ങൾ കൃത്യമായി അവലോകനം ചെയ്ത് എല്ലാവരുടെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഉദ്ദേശിച്ച് 2 ശ്രീ കെ സി വേണുഗോപാൽ അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഈ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ ഏറ്റവും നന്നായി നമുക്ക് 2021 ചരിത്രം ഉറവാക്കണം. അന്ന് ഈ മന്ത്രിസഭയിൽ തുടർച്ചയായിട്ടാണ് മറ്റൊരു മന്ത്രിസഭ വന്നെങ്കിലും മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി 20 ദിവസം എടുത്തു എന്നുള്ളത് യാതൊരു സംശയമില്ല. 20 ദിവസം. അപ്പോ ഈ 10 ദിവസം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വലിയൊരു ദീർഘമായ ആളുകളല്ല. എന്തുകൊണ്ടാണ് നമുക്ക് ദീർഘമായി തോന്നിയെന്ന് കഴിഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്തപ്പോൾ തന്നെ MLA മുഖ്യമന്ത്രി എന്നുള്ളൊരു നിലവാരത്തിലാണ് സാധാരണ ജനങ്ങൾ എല്ലാവരും തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ UDF വോട്ട് ചെയ്തത്. അവരുടെ മനസ്സിൽ ശ്രീ വി ഡി സതീശനായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഭൂരിപക്ഷം കിട്ടിയ സമയത്ത് തന്നെ അദ്ദേഹം സത്യം ചെയ്താൽ കുഴപ്പമില്ല എന്നൊരു ചിന്ത ജനമനസ്സിലുണ്ടായിരുന്നു. എന്നാൽ പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ചില നയങ്ങളുണ്ട്, ചില പ്രത്യേകമായ തത്തുകളുണ്ട്. ആ തത്തിലൂടെ പോയി കൃത്യമായ അതിന്റെ ഒരു ആശയവിനിമയം നടത്തി കാര്യങ്ങൾ വ്യക്തതയോടുകൂടി ചെയ്യുമ്പോൾ അതിനകത്തുള്ള മഹത്വമുണ്ട്. 11 ദിവസം എടുത്തോളൂ എന്ന് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. സാധാരണ രീതിയിൽ ഇങ്ങനെ 3 പേര് വളരെ ചെറുക്കാറുള്ള 3 പേര് ഒരേ സ്ഥാനത്തിന് വേണ്ടി വരുമ്പോൾ ദീർഘമാകാവുന്നതാണ്. നമ്മൾ വിചാരിച്ച 23-ാം തീയതി വരെയൊക്കെ നീണ്ടുപോകുന്നതാണ്. പക്ഷേ അതിന് മുമ്പ് തന്നെ 14-ാം തീയതി തന്നെ ഈ വിവരങ്ങൾ നമുക്ക് കിട്ടിയതുകൊണ്ട് കൃത്യമായ സന്തോഷമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനോടും അതോടൊപ്പം തന്നെ അതിന്റെ ഭരണസാന്നിധ്യം വഹിക്കുന്ന എല്ലാവരോടും ഉള്ള പ്രത്യേക നന്ദിയും കൂടെ അറിയിക്കുകയാണ്. ശ്രീ വി ഡി സതീശനെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിലേക്ക് നന്ദി അറിയിക്കും. തീർച്ചയായിട്ടും അച്ഛനിത് പറയുമ്പോഴും ഒരു 3 പേര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു കോൺഗ്രസിൽ. ഈ 3 പേരെയും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനായിട്ടാണ് എടുത്ത ദിവസമാണ് 11 ദിവസം. ഈ 3 പേരിൽ ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ എടുത്തൊരു ദിവസമായിരിക്കണം ഒരുപക്ഷെ ഈ ഒരു 11 ദിവസം എന്ന് പറയുമ്പോഴും. ഇവിടെ വി ഡി സതീശന് കിട്ടിയ ഒരു ജനപിന്തുണ, നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 40-ലധികം MLA-മാരുടെ പിന്തുണ കെ സി വേണുഗോപാലിനുണ്ടായിരുന്നു. അത് ആരും പുറത്തു പറയുന്നില്ല. പക്ഷേ ഹൈക്കമാൻഡ് വളരെ രഹസ്യമായി നടത്തിയ ഒരു വോട്ടിംഗ് പ്രോസസ്സ്, അല്ലെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ അടക്കം ലിസ്റ്റ് മാധ്യമങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നു. വളരെ ലാഘവത്തോടു കൂടി അവരത് ഉപയോഗിച്ചതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് പുറത്തു വന്നത് പിറ്റേ ദിവസം തന്നെ. അത് വലിയൊരു ക്ഷീണമാണ് കോൺഗ്രസിന് കിട്ടിയത്. എങ്കിലും ഈ ഒരു വി ഡി സതീശന് വന്ന ഒരു പിന്തുണ, ഒരുപക്ഷെ എല്ലാ MLA-മാരും കെ സി വേണുഗോപാലിൻ്റെ കൂടെയാണ്, വി ഡി സതീശൻ്റെ കൂടെ ആരുമില്ല എന്നറിഞ്ഞ് ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുണച്ചതാണോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു പിന്തുണയ്ക്ക് പിന്നിൽ മറ്റൊരു പെയ്ഡ് പ്രൊമോഷൻ എന്ന രീതിയിലൊക്കെ എത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് അച്ഛന് ആ ഒരു വിഷയത്തിൽ തോന്നുന്നത്? കാരണം വിജയശേഷമാണ്
ഈ ഒരു വി ഡി സതീശൻ്റെ ജനപ്രീതി, അത് കേരളം മുഴുവൻ എല്ലാ ആൾക്കാരും വി ഡി സതീശൻ വരണമെന്നുള്ളൊരു ജനപ്രിയ നായകൻ എന്ന നിലയിലേക്ക് വി ഡി സതീശൻ ഉയർന്നത് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷമാണ്. അതിനു മുമ്പ് വരെ അദ്ദേഹത്തിന് അത്തരത്തിലൊരു പ്രതീതി ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ശ്രീ വി ഡി സതീശന് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരു മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്തുള്ള നിലയിൽ വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചു കിട്ടുകയാണെങ്കിൽ അവർ ഫസ്റ്റ് ചോയ്സ് അത് കൊടുത്തതിന് ശേഷം മാത്രമേ തങ്ങളുടെ നിയമസഭ സാമാജിക മേഖലകളിലെല്ലാം തിരഞ്ഞെടുക്കുക മനുഷ്യൻ. കാരണം അത്രത്തോളം മനുഷ്യ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ സംസാരങ്ങളും ഒക്കെ വളരെ ശ്രദ്ധ ആർജിക്കപ്പെടുന്നുണ്ട്. അച്ഛാ ഒരു വിഷയം എന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന ആള് മുഖ്യമന്ത്രി എന്ന് ഉയർത്തിക്കാട്ടിയ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വെച്ച് മത്സരിക്കുന്ന ഒരു പതിവോ പൈതൃകവും ഇല്ല. ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പും ഈ 3 നേതാക്കന്മാരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരോക്ഷമായി അവകാശവാദം ഉന്നയിച്ചിരുന്നു. കാരണം പ്രതിപക്ഷ നേതാവ് തന്നെ മുഖ്യമന്ത്രി ആവണമെന്നില്ല, അത്തരത്തിലൊരു കീഴ്വഴക്കം കോൺഗ്രസിനില്ല, ഹൈക്കമാൻഡ് തീരുമാനിക്കും. അത്തരത്തിൽ ഈ 3 പേരും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പരോക്ഷമായി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് വന്നിരുന്നു. അതിനകത്ത് അത് 2 പേരും പരിഹാരമുള്ളതാണ്. പക്ഷേ ശ്രീ വി ഡി സതീശൻ അവരുടെ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നതാണ്. പ്രായം കൊണ്ടായാലും പരിചാരം കൊണ്ടായാലും പരിചാരം ഞാൻ ഉദ്ദേശിച്ചത് പരിചാരം തന്നെ അതേകൊണ്ടല്ല ഇവിടുന്ന് ഈ ദീർഘകാലത്തെ പരിചയ സംബന്ധത്തെ ആസ്പദമാക്കി പറഞ്ഞ വാക്കാണ്. പരിജ്ഞാനം പരിജ്ഞാനം അത് ശരി പരിജ്ഞാനം ഹൃദയം സത്യത്താകുന്നത് ജനങ്ങളെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ക്രിയേഷനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ വാചകം വളരെ ശക്തമാകുന്ന വാചകമാണ്. ഇതൊരു ദൈവിക നിയോഗമായിട്ട് കാണുന്നതാണ്. അതാണ് ദൈവിക പരിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ആ പരിജ്ഞാനമുള്ള വ്യക്തി തന്നെയാണ്. അപ്പൊ ഇത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇവര് രംഗപ്രവേശനം ചെയ്യുമെന്നുള്ളത് ജനങ്ങൾ വിചാരിച്ചിരുന്നു. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവരിനിടയിൽ ആ ചിന്ത ഉണ്ടായിരുന്നെങ്കിലും സാമാന്യ ജനങ്ങൾ ധരിച്ചിരുന്നത് ശ്രീ വി ഡി സതീശൻ. കാരണം ഈ യു ഡി എഫിനെ ഒരുമിച്ച് കൊണ്ട് നടക്കാൻ നിൽക്കുവാനും കഴിഞ്ഞ 5 വർഷം ഇദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഇദ്ദേഹത്തിന് വലിയ വിജയം തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ വളരെ പരിചയപ്രജ്ഞനായിട്ടുള്ള ശ്രീ കുഞ്ഞാലി സാഹിബ് അടക്കം ഉള്ള ഒരുപാട് നേതാക്കന്മാർ, അതേപോലെ ശ്രീ പി ജെ ജോസഫ്, വളരെ ഉന്നതനായിട്ടുള്ള മനുഷ്യൻ, ഇവരെല്ലാം ചേർത്ത് പിടിക്കാനൊക്കെയാണ് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ഒരു രഹസ്യം. രണ്ടാമത്തേത് കൃത്യമായ വാക്കുകൾ കൃത്യസമയത്ത് ഉപയോഗിക്കാൻ കൃത്യമായിട്ട് അദ്ദേഹത്തിന് കൈമാറാൻ മറ്റെല്ലാ പരിചയസമ്പന്നമായിട്ടുള്ള പ്രതിപക്ഷ നേതാക്കന്മാരുള്ളപ്പോൾ അവര് വേണ്ടാത്ത വർത്തമാനങ്ങൾ പലപ്പോഴും പറഞ്ഞായിട്ട് നമുക്ക് കേൾക്കുമ്പോഴുണ്ട് ആ വാക്കുകൾ അങ്ങനെ അല്ലാതെന്ന് പറയരുത്. എന്നാൽ ശ്രീ വി ഡി സതീശനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വിഷയം അവതരിപ്പിക്കുകയോ ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയോ ചെയ്യുമ്പോൾ വളരെ ആപ്റ്റായിട്ടുള്ള വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ജനമനസ്സുകളിലേക്ക് തുളച്ചു ചേരുന്ന ഈ പ്രതിപക്ഷത്തെ പോലും ചിന്തിപ്പിക്കുന്ന തരത്തിൽ, ചൊടിപ്പിക്കാതെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ വളരെ ആഴമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞത്. വളരെ സത്യസന്ധമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. സുതാര്യത വളരെ സ്പഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കാൻ എത്ര പേരുണ്ടാകും എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഇപ്പൊ നമുക്കറിയാമോ, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇത് സുതാര്യതയുടെ രംഗമല്ല. അതിനകത്ത് ഒരുപാട് പല തിരിമറിവുകളും അതുപോലെ തന്നെ മാംച്ചുവെക്കലുകളും ഒളിച്ചുവെക്കലുകളും ഒക്കെയുള്ള ഒരു രംഗമാണ് രാഷ്ട്രീയം. എന്നാൽ ഇദ്ദേഹത്തെ സംബന്ധിച്ച് സമയവും വളരെ ട്രാൻസ്പെറൻസി ഉള്ളതും അതോടൊപ്പം തന്നെ ട്രൂത്ത്ഫുൾ ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായത്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമ്മൾ തന്നെ ഒരു സ്റ്റേജിൽ അദ്ദേഹത്തെ ഇന്റർവ്യൂ കാണാനോ സ്റ്റേജിലേക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ചിന്തിക്കുകയും അങ്ങനെ അദ്ദേഹത്തോട് സമൂഹ മധ്യത്തിൽ വെച്ച് നടത്തിയ ഇന്റർവ്യൂ ചില കാര്യങ്ങൾ പറയുമ്പോൾ വളരെ സ്പഷ്ടമായിട്ടും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മറുപടികൾ തന്നത്. അപ്പൊ സമൂഹത്തെ കുറിച്ച് നല്ല ധാരണയുള്ള വ്യക്തി, ഓരോ ജനവിഭാഗങ്ങളെ കുറിച്ചുള്ള അറിവുള്ള വ്യക്തി, എന്നാൽ സമുദായ സംഘടനകൾക്കൊന്നും തന്നെ വഴങ്ങി കൊടുക്കാത്ത വ്യക്തി. അതാണ് ഏറ്റവും നമ്മൾ എടുത്തു പറയണേ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമുക്കറിയാലോ, ഈ നമ്മുടെ സംസ്ഥാനത്ത് ഒരു അധിക്ഷേപം നടത്തി, മതാധിക്ഷേപം നടത്തിയ മനുഷ്യൻ അദ്ദേഹത്തെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ സംസാരിക്കാൻ, ഒരു മടിയും കൂടാതെ സംസാരിക്കാൻ, അവരുടെ മുഖത്ത് നോക്കി തെറ്റാണ്, അത് പാടില്ല, അങ്ങനെയല്ല സംസാരിക്കേണ്ടത് എന്ന് പറയാൻ തക്കവണ്ണം ആർജവമുള്ള ഒരു നേതാവായിട്ടാണ് ജനം അദ്ദേഹത്തെ നിശ്ചയിച്ചത്.
അങ്ങനെയുള്ള തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ കയറണം എന്നുള്ളതാണ് ഇവിടുത്തെ സാമാന്യ ജനങ്ങളുടെ ആഗ്രഹം. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ നാടിനെയും പോലെ തന്നെ ഇവിടെ സാമുദായിക സമുദായങ്ങൾ നോക്കുന്ന ആളുകൾ സാമുദായിക സമുദായങ്ങൾ നോക്കാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നോട്ട് പോയി കഴിയില്ല എന്ന തെറ്റായ ഒരു ധാരണ അത് ഇന്ന് വരെ ഉണ്ടായിരുന്നാണ്. ഇനി നാളെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അപ്പൊ അതിനെല്ലാം മറികടക്കേണ്ടതായ ഉത്തരവാദിത്വവും തീർച്ചയായിട്ടും ഈ ഹൈക്കമാൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം തീരുമാനിക്കുക. അവരൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ കൂടെ എംഎൽഎമാർ കുറവാണ്. അപ്പൊ അവരെ കൂടെ വിശ്വാസത്തിലെടുത്തെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് മന്ത്രിസഭ മുന്നോട്ട് നയിക്കാൻ പറ്റുള്ളൂ. ഇദ്ദേഹത്തിന് നിയമസഭയെ മുന്നോട്ട് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭരണസമരം ഉറപ്പല്ലേ. ആളുകൾ ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള എംഎൽഎമാർ സഹകരിക്കുന്നുണ്ടെങ്കിൽ യുഡിഎഫിലെ എംഎൽഎമാരും വിഘടനവാദികളായി മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഹൈക്കമാൻഡ് അത്രയും താമസിപ്പിച്ചത്. അത് നന്നായി. ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. ജനമനസ്സുകളിൽ ശ്രീ വി.ഡി. സതീശന് ഒരു സ്ഥാനമുണ്ട്. അദ്ദേഹം തിരിച്ചിങ്ങേറ്റ് മുഖ്യമന്ത്രി കയ്യനാണ്. അദ്ദേഹം ഈ കേരളത്തെ ശരിയായിട്ട് നയിക്കും. സാമുദായിക സമതുലനത്തെ അല്ല അതിലേക്ക് അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് മുകളിലായിട്ട് മാനവികതയുടെ ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകും. ഇവിടെ മതവിഘടനവാദങ്ങൾ കൊണ്ടതിന് ഒരു സ്ഥാനവും ഉണ്ടാകില്ലെന്ന് അദ്ദേഹം തീർച്ചയായിട്ടും എന്റെ ഭരണത്തിൽ തെളിയിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇവിടെ മറ്റൊരു വിഷയം വരുന്നത്, നേരത്തെ അച്ഛൻ പറഞ്ഞതിനോട് ചേർത്ത് കൂട്ടി വായിക്കുകയാണെങ്കിൽ ഒരു സമുദായത്തിന് പോലും കീഴ്പ്പെടാതെ അല്ലെങ്കിൽ സമുദായങ്ങളുടെ പുറകെ പോവാത്ത ഒരു നേതാവ് എന്ന രീതിയിലേക്ക് പറയുന്നു. പക്ഷേ ഇപ്പോൾ നിലവിലെ ഒരു വിഷയം എന്ന നിലയിൽ മുസ്ലിം ലീഗിൻ്റെ വലിയൊരു പിന്തുണ അത് വി.ഡി. സതീശനാണ്. പലപ്പോഴും നമ്മൾ വരുന്ന വാർത്തകൾ നമ്മൾ കാണുന്നു, മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാനായിട്ട് പല നേതാക്കന്മാർ വിളിക്കുന്നു. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും മുസ്ലിം ലീഗ് കടുത്ത ഒരു സമ്മർദ്ദം, അതായത് വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരണം എന്ന രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നു. ആ സമ്മർദ്ദം അതിജീവിക്കാനാവാതെ ഹൈക്കമാൻഡ് ഇത്തരത്തിൽ വി.ഡി. സതീശനെ, അതായത് ഒരു മുസ്ലിം ലീഗ് ഒരു ഘടകകക്ഷിയുടെ ആവശ്യത്തിന് വഴങ്ങിക്കൊണ്ട് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നു എന്ന തരത്തിൽ വരുമ്പോൾ, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോഴും ഇത്തരത്തിൽ ഭരണത്തിൽ പോലും ഈ ഒരു സമുദായത്തിൻ്റെ ചില സ്വാധീനങ്ങൾ, അല്ലെങ്കിൽ ആ സ്വാധീനത്തിന് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയാക്കാൻ ഇത്രമാത്രം സമ്മർദ്ദം ചെലുത്തിയ ഒരു സമുദായത്തിന് വേണ്ടി ചില നിലപാടുകൾ മയപ്പെടുത്തേണ്ടി വരും വി.ഡി. സതീശൻ എന്ന തരത്തിലേക്കുള്ള ചില വാർത്തകൾ, സംഭാഷണങ്ങൾ വരുമ്പോൾ അത് ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങളെ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുക? അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നം ഇനി വരുന്ന ഭരണത്തിലും അല്ലെങ്കിൽ ഒരു മന്ത്രി സ്ഥാനങ്ങൾ അല്ലെങ്കിൽ വകുപ്പുകൾ അത് വീതം വെക്കുമ്പോഴൊക്കെ ഈ ഒരു ഇഷ്യൂ വന്നു നിൽക്കില്ലേ? മുസ്ലിം ലീഗ് അല്ല ആദ്യം മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ട് ശ്രീ വി.കെ. ജോസഫ് സാറാണ് കേരള കോൺഗ്രസ് ആണ് ആദ്യമായിട്ട് പറഞ്ഞത്. അതിനുശേഷമാണ് മുസ്ലിം ലീഗിലെ പ്രിയപ്പെട്ട തങ്ങളോട് ഒരു പ്രവർത്തകർ ആള് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയായിട്ട് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ മനസ്സിലാക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിനുള്ള മുസ്ലിം ലീഗ് എന്തൊക്കെ കൈകാറുന്നു എന്നുള്ളൊരു ധാരണ, ഒരു നെഗറ്റീവ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചില ആളുകൾ മോഡലും ചേർക്കുന്നതാണ്. അവിടെ അക്ഷരമുണ്ടാകും. ഞാൻ മതം ചോദിക്കാൻ ഇപ്പോൾ താമസിക്കുന്ന ഹോസ്പിറ്റലിലാണ്. മതമഞ്ചില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു കുടുംബമാണ്. കാരണം ഇന്ത്യയിലെ മത സാമുദായിക ഐക്യത്തെ കുറിച്ച് അറിയാത്ത ആളുകളാണ് പലപ്പോഴും ഈ ജില്ലയെ മോശപ്പെടുത്തി സംസാരിക്കാം. ഞങ്ങളുടെ ഒരു എംഎൽഎ ശ്രീ വി.എസ്. ജോയി, ഞങ്ങളുടെ ജില്ലയിൽ നിന്നുള്ള ഒരു വി.എസ്. ജോയി, അദ്ദേഹം ദി പെന്തക്കോസ്റ്റ് മിഷൻ എന്ന് പറയുന്ന സഭയുടെ അംഗമാണ്. അദ്ദേഹത്തിന്റെ സഭയ്ക്ക് എനിക്ക് തോന്നുന്നില്ല തമിഴ്നാട്ടിൽ ഒരൊറ്റ ഇടവകയൊന്നും തോന്നുന്നു. ഒറ്റ ഇടവകയൊന്നും. പക്ഷേ അവിടെ ക്രൈസ്തവ ജനസംഖ്യ പോലും 1,00,000 താഴെ, 1 ശതമാനത്തിൽ താഴെ. അപ്പൊ അങ്ങനെയുള്ള ആ സ്ഥലത്ത് ശ്രീ വി.ഡി. സതീശൻ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുകയും അവിടെ ശ്രീ വി.എസ്. ജോയിയെ മുസ്ലിം ലീഗ് ഏറ്റെടുത്ത് വിജയിപ്പിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഭൂരിപക്ഷം എത്രയായിരുന്നു ചിന്തിച്ചോ? ആരെ തോൽപ്പിച്ചാലറിയുമോ? AP സുന്നികളുടെ ഏറ്റവും പ്രിയങ്കരണം 5 നേരം നിശ്ചയിക്കുകയും സക്കാത്ത് കൊടുക്കുകയും അതേപോലെ തന്നെ ഉമ്മയും അതേപോലെ ഇതിനൊക്കെ നയിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ഉമ്മയ്ക്കൊക്കെ പോകുന്ന ശ്രീ A.P. ജോയി, അദ്ദേഹത്തെയാണ് ശ്രീ വി.എസ്. ജോയി അവിടെ പരാജയപ്പെട്ടത്. അപ്പം ഒരു കാര്യം നമ്മൾ ഓർക്കണം,
മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്, അവരുടെ സാമുദായിക പാർട്ടിയാണ്. ആ സാമുദായിക പാർട്ടി അവരുടെ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ പാർട്ടിക്കാരും അവരവരുടെ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പുരോഗതി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണല്ലോ അവകാശങ്ങൾ ചോദിക്കാറുള്ളത്. കേരള കോൺഗ്രസ്, ഞങ്ങൾക്കൊന്നും കേരള കോൺഗ്രസിലേക്ക് വന്നിട്ടില്ലോ. ഈ മലബാർ പ്രദേശത്തുള്ള ആളുകൾ ഉണ്ടാക്കില്ലെങ്കിൽ ഇവിടെ പറയുമ്പോൾ അവരുടെ കേരള പറയുന്നത് അല്ലെ, എല്ലാം സംഭവിച്ചെന്താണെന്ന് പറഞ്ഞൊക്കെ. അപ്പൊ ഓരോ ദേശത്തിന്റെ പുരോഗതിയാണ് സമുദായത്തിലും പുരോഗതി എന്ന് അവരുദ്ദേശിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള പുരോഗതി ശരിക്കും അവർക്ക് മന്ത്രിമാരുള്ളതുകൊണ്ടും അവർക്ക് MLA ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങളെല്ലാം തന്നെ രൂപപ്പെട്ടു. അതോടൊപ്പം തന്നെ ശ്രീ അരിയാട് മുഹമ്മദിന്റെ നേതൃത്വമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ശ്രീ അരിയാട് ഷോക്കത്തിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ നമുക്ക് നോക്കാൻ കഴിയുക. ഇവിടെ മാത്രമല്ല, മലബാർ മേഖലയിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ശരിക്കും സമുദായത്തിന്റെ പാർട്ടിയായിട്ട് മാത്രമല്ല തോന്നുന്നില്ല, അവർ ഈ ദേശത്തിന്റെ പാർട്ടിയായിട്ട് കൂടിയാണ് കാണുന്നത്. അപ്പൊ അതിനെക്കുറിച്ചും തെറ്റായ അറിയിച്ച് നമ്മുടെ സംസ്ഥാനത്ത് രൂപീകരിക്കുകയും പ്രത്യേകിച്ച് ചില സമുദായ നേതാക്കന്മാർ ഇന്നലെയൊക്കെ NSSന്റെ ജനറൽ സെക്രട്ടറി അത് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും അങ്ങനെ ഒരിക്കലും വരാൻ പാടുള്ളതല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ SLDPയുടെ സമുന്നതനായിരിക്കുന്ന ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എത്രയോ പ്രാവശ്യം പറഞ്ഞു, ഇതൊക്കെ വളരെ തെറ്റായിട്ട് വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശമാണ്. നിങ്ങളും ഞങ്ങളും വീതം വെപ്പോ അങ്ങനത്തെ ഒരു ജനവിഘ്നോ ഒക്കെ ഉണ്ടാക്കുന്ന അത് തെറ്റായിട്ടുള്ള നടപടിയാണ്. നമ്മൾ ഒറ്റക്കെട്ടാണ് മലയാളികളായിട്ടുള്ള നമ്മൾ കേരള നിവാസികൾ, നമ്മൾ ഒന്ന് എന്നുള്ള ചിന്തയാണ് തന്നെ. വിജയ് നമ്മളെല്ലാവരും ഒന്ന്, ആ ഒരു ചിന്ത നമുക്ക് എന്തുകൊണ്ട് വരുന്നില്ല. ഇത് ഇങ്ങനെയുള്ള നറേഷൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാത്രമല്ല, DD സതീശനെ പോലെയുള്ള ഉദ്യോഗമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഈ തരത്തിലുള്ള ഔദ്യോഗിക തെറ്റുവയ്ക്കുകയും ഇവിടെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് രണ്ട് പക്ഷമില്ല. അത് വളരെ കൃത്യമായിട്ടുള്ളതാണ്. മുസ്ലിം ലീഗ് അച്ഛൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെ കാസിം അദ്ദേഹമായിരുന്നു തിരുവമ്പാടി മണ്ഡലത്തിൽ മത്സരിച്ചത്. കുറേ നാളുകളായിട്ട് ആവശ്യം വരുന്നു തിരുവമ്പാടി കോൺസ്റ്റിറ്റ്യുവൻസി അത് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന്. പക്ഷേ ഈ പ്രാവശ്യവും തിരുവമ്പാടി അവിടെ മുസ്ലിം ലീഗ് മത്സരിച്ചു. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉണ്ട് ആ ഒരു മണ്ഡലം. ഏകദേശം 50% ക്രിസ്ത്യാനികളുള്ള ആ ഒരു മണ്ഡലത്തിൽ ജയിച്ചത് ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആണ്. അവിടെ തോൽപ്പിച്ചത് ഒരു ക്രിസ്ത്യൻ നാമധാരി ആണ്, അല്ലെങ്കിൽ ലിൻഡോ ജോസഫിനാണ് ഈ പ്രാവശ്യം. പ്രത്യേകിച്ച് താമരശ്ശേരി രൂപതയുടെ ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു ഇപ്പൊ തവനൂര് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും തിരുവമ്പാടിയിൽ അത്തരത്തിൽ ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ക്രൈസ്തവർ ശ്രമിച്ചു. ഇതൊരു ടീം UDFന്റെ ഒരു പ്രവർത്തനങ്ങളാണ്. പക്ഷേ അതിനുശേഷമുണ്ടായിരുന്ന വിഷയങ്ങളിലേക്കാണ് ഇപ്പോൾ കാരണം അന്ന് ഒരു 10 വർഷത്തെ ഒരു ഭരണം അല്ലെങ്കിൽ ആ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. അതിന് എതിരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അതിനുശേഷമുണ്ടായ പല വിഷയങ്ങളുമാണ് ഇന്നിപ്പോൾ ചർച്ചയിലായിരിക്കുന്നത്. പല ആളുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ഇലക്ഷൻ നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു 30 സീറ്റ് പോലും UDF നേടില്ല എന്ന തരത്തിലേക്ക് എത്തി. കാരണം അത്രത്തോളം ആളുകൾ ഒരുപക്ഷെ ഈ ഒരു ഹൈക്കമാൻഡിൻ്റെ നിലപാടുകളോട് വിയോജിച്ചിരുന്നു. ഇനി എന്ത് വരുമെന്ന് പാർട്ടിയെ കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ്. കാരണം ഹൈക്കമാൻഡ് തോന്നുന്ന പാർട്ടിയാണ്. അപ്പൊ അവരുടെ ഒരു ആശീർവാദം ഉണ്ടായ കാര്യങ്ങൾ നടക്കുകയും അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ MLA-മാരുടെയും ഭൂരിപക്ഷം നേരത്തിൽ നിന്നുമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സമന്വയിപ്പിക്കുക എന്നതാണ്. അതൊക്കെ ജനം പെട്ടെന്ന് വളർത്തും. ഒന്നാമത് ജനങ്ങളുടെ മനസ്സിൽ ഒരു ജിജ്ഞാസയായിരുന്നു. ഞാൻ തന്നെ ഉദാഹരണം പറയാം. ഞാൻ തന്നെ എന്റെ രാവിലെ മുതൽ ഈ വാർത്ത വരുന്നിടം വരെ വേറെ എവിടെയും പോയി തീവ്രം ധരിക്കുകയായിരുന്നു. അപ്പൊ ഞാനെങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയക്കാരനല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ ചായകളാണ് പ്രധാനമായിട്ടുള്ള ചായകളോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും എന്റെ മറ്റു പല പരിപാടികളും അതിന്റെ മുമ്പിലിരുന്നുകൊണ്ടാണ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ സാധാരണ ജനങ്ങൾ വളരെ ശുഭപ്രതീക്ഷയോടുകൂടെ ഒരു DD സതീശനും കൂടെ ഉള്ള വോട്ടായിട്ടും കയ്യൊപ്പായിട്ടും അവർ അർപ്പിച്ചാലുള്ള ആ ഒരു സമ്മതിദാനത്തിൽ അവർ ആഗ്രഹിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും. എന്തായാലും ഈ ഒരു വിഷയം, ഈ ഒരു മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ടുള്ള ഒരു മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ പോലും സമ്മർദ്ദത്തിലായിട്ട് ഭാവിയിൽ ഇതൊരു പ്രശ്നമാകുമോ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എത്തരത്തിൽ വരുമെന്നുള്ളത് മുസ്ലിം ലീഗ് മാത്രമല്ല സംസ്ഥാനത്തിലുണ്ട്, ആന്ധ്രയിലുണ്ട്, മറ്റ് ആരൊക്കെയാണോ ഈ UDF ടീമിലുള്ളത് അവരുടെ എല്ലാവരും ഫുൾ സപ്പോർട്ടോടുകൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയാവുന്നത്.
ഇവിടുത്തെ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ. അപ്പൊ ഒരിക്കലും അദ്ദേഹം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലല്ല, അദ്ദേഹം നമ്മുടേതാണ്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെതാണ്. ആ വിധത്തിൽ മാത്രമേ ഇനി അത് സംസാരിക്കാവുന്നതാണ് എന്റെ ഒരു വ്യത്യസ്ത. എന്തായാലും അത്തരത്തിലേക്ക് അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മറ്റൊരു കാര്യം, ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹം AICCയുടെ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, നല്ല കഴിവുള്ള നേതാവാണ്. സംഘടനയിലെ എല്ലാവരെയും ഒരുപോലെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ സംഘടനാ നേതൃത്വം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പുറകിൽ അണിനിരന്നത് എന്ന് തന്നെ പറയാം. പക്ഷേ ഇത്തരത്തിൽ ഒരു MLA അല്ലാതിരുന്നിട്ട് കൂടി ഇത്തരത്തിലൊരു പേരിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് വന്നപ്പോൾ, അതായത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോലും അദ്ദേഹത്തിന് ഇത്തരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഞാൻ MLA അല്ല, MLA അല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി ആകുന്നില്ല, എനിക്ക് മറ്റു ചുമതലയുണ്ട്. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞില്ല. അന്നും ആ ഒരു ചർച്ച ഇങ്ങനെ കൊഴിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചിഴച്ചു കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ MLA അല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയായി വരുന്നു എന്നതിനെക്കുറിച്ച് കേരള ജനത സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിയതാണോ? എന്തായാലും KC വേണുഗോപാലിൻ്റെ ആ ഒരു കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലൊരു സ്വീകാര്യത അത് ഈ ഒരു പ്രശ്നത്തോടു കൂടി വളരെ അധികമായി കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളാണ്. അദ്ദേഹം ആശിച്ചുവരുന്നുള്ള പക്ഷേ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച നേരത്തെ വിജയം പറഞ്ഞത് ശരിയാണെങ്കിൽ 40-പരം MLA-മാർ, ആ MLA-മാർ നൽകിയപ്പോൾ പിന്തുണ കുറച്ചു നേരത്തെ ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്കുള്ള ഒരു കാംക്ഷ കൊടുത്തതാണ്, അദ്ദേഹത്തിന് താല്പര്യം കൊടുത്തതാണ്. അദ്ദേഹം നേരത്തെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ആളുകളിൽ എനിക്ക് തോന്നുന്നത് ശ്രീ ജോലി കോഴ്സാണുള്ള ഇന്റർവ്യൂ അദ്ദേഹം പറഞ്ഞത് എന്നെ മൈനസിയിലേക്ക് എന്നത് 2 പ്രാവശ്യമായിരുന്നു, എന്നെ മൈനസിയിലേക്ക്. അദ്ദേഹത്തിന് ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ആളുകൾ പറഞ്ഞ് കൊതിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഇനിയത്തെ കാലത്ത് ഞാൻ ആ കേരളത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തേക്കാം എന്ന് അദ്ദേഹം ചിന്തിച്ചതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാപ്തിയുണ്ട്. അദ്ദേഹം നേരത്തെ മന്ത്രിയായിരുന്ന ആളാണുള്ള കേരളത്തിലൊക്കെ. മാത്രമല്ല അദ്ദേഹം പൊതുവിൽ എല്ലാ സമുദായങ്ങൾക്കും സമാധാനമാണ്. മുസ്ലിം ലീഗിന് അദ്ദേഹം സമാധാനമാണ്, ഇവിടുത്തെ എല്ലാ ക്രിസ്ത്യൻ സമുദായങ്ങൾക്കും അദ്ദേഹം സമാധാനമാണ്. അതുപോലെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറും NSSന്റെ ശ്രീ മഞ്ജുവാനും ഒക്കെ അദ്ദേഹം വളരെ സമാധാനമുണ്ടെങ്കിൽ എല്ലാ സമുദായങ്ങൾക്കും. എന്നാൽ ഇപ്പോൾ ഉണ്ടായ ഈ ബില്ല്, ആ ബില്ലിന് പറയുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ജനപിന്തുണ ഇല്ല എന്നുള്ള ഒരു ധാരണ വരുത്തിയിട്ടുണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ശ്രീ VD സതീശൻ പറഞ്ഞത് നേരത്തെ നേതാവായിരിക്കുന്ന KC വേണുഗോപാൽ ആശീർവാദത്തോടും ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾ പെട്ടെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും നേരത്തെ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള അംഗീകാരം കൊടുക്കുകയില്ല. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ആ മെസ്സേജിനകത്ത് ഞാൻ അദ്ദേഹത്തിന് വാക്കിങ്ങനെയാണ്, അങ്ങ് ഇവിടുത്തെ CM-നേക്കാളും ഉയർന്ന നിലവാരത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു നിലയിലാണ് ഇവിടുത്തെ ജനങ്ങൾ അങ്ങേക്ക് തരുന്ന റെസ്പെക്ട്, ബഹുമാനം. ആ ബഹുമാനമാണ് നിലനിർത്തിക്കൊണ്ട് ശ്രീ VD സതീശനെ മുഖ്യമന്ത്രിയായിട്ട് അങ്ങ് നിർദ്ദേശിക്കണം എന്നുള്ള ഒരു വോയിസ് മെസ്സേജാണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജനറൽ അസംബ്ലി സ്ഥാനമുണ്ട്, അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും ഏതെങ്കിലും അപാകതകൾ ഈ ഡിലേ വന്നതുകൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് അല്ലേ, അത് പരിഹരിക്കും. അവസാനമായിട്ട് ഈ പറഞ്ഞോടുകൂടി ചേർത്ത് ഒരു ചോദ്യമാണ്. കഴിഞ്ഞ നമ്മൾ ഇത്ര നാൾ പറയുമ്പോൾ കോൺഗ്രസിലുണ്ടായിരുന്ന 2 ഗ്രൂപ്പുകളാണ്, A ഗ്രൂപ്പും I ഗ്രൂപ്പും. ഈ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള തീർച്ചയായിട്ടും വെച്ചാൽ എന്തായാലും ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചോദ്യം കൂടി അവസാനമായിട്ട് ചോദിക്കുകയാണ്. നിലവിൽ ഇത്ര നാൾ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 2 ഗ്രൂപ്പുകളെ കുറിച്ച് നമ്മൾ മെയിനായിട്ട് പറയുന്നു, A ഗ്രൂപ്പും I ഗ്രൂപ്പും. ഈ 2 ഗ്രൂപ്പുകൾ തമ്മിലൊരു പടലപ്പിണക്കമാക്കിയായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 3 ഗ്രൂപ്പുകളിലേക്ക് വീണ്ടും കോൺഗ്രസ് മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് VD പക്ഷം, പിന്നെ KC പക്ഷം, അതോടൊപ്പം തന്നെ RC പക്ഷം, അങ്ങനെ ഒരു 3 ഗ്രൂപ്പുകളിലേക്ക് നിലവിൽ കേരളത്തിലെ കോൺഗ്രസ് മാറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമുക്കത് മനസ്സിലായായിരുന്നു. എങ്ങനെയായിരിക്കും ഈ ഒരു 3 ഗ്രൂപ്പുകൾ ഇനിയുള്ള ഈ സർക്കാരിൻ്റെ 5 വർഷത്തിൽ, അത് അല്ലെങ്കിൽ VD സതീശനായാലും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ ഈ ഗ്രൂപ്പ് കൂടുന്നത്, ഒരു നമ്പറും കൂടി കൂടിയത്, അത് എത്രത്തോളം തലവേദനയായിരിക്കും? അതിനകത്തുള്ളൊരു പ്രത്യേകത, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് സമവായം എന്ന് പറയുന്ന ഒരു ചിന്ത മുൻകാലങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ കുറച്ചു മാറ്റുകയും ശ്രീ VD സതീശൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചെയ്തത് അത് ഫലപ്രദമാക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ചെറിയ തോതിൽ തലപൊക്കിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും
ശ്രീ വി ഡി സതീശൻ തന്നെ നയിക്കുന്ന ഈ ഭരണകൂടത്തിൽ അദ്ദേഹം അതിന് തന്നെ വിവേകമായിട്ട് തകർക്കുകയും അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ് ഉണ്ട് എന്നുള്ള നിലപാടിലേക്ക് എത്തുകയും ചെയ്യും. ആരെങ്കിലും താൽക്കാലികമായിട്ട് ഇപ്പോൾ ശ്രീ ആർസി ബഹുമാനപ്പെട്ട അല്പം വിഷമത്തോടെങ്കിലും ആലോചിക്കുന്നതായിട്ട് വാർത്തകളൊക്കെ വരുന്നതിനാണെന്ന് കരുതുക. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ ഇന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടും വളരെ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായിട്ടൊക്കെ പറഞ്ഞ് അതിനെത്തിച്ചുകൊണ്ട് അത് രഞ്ജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനാൽ സംശയം ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിരുന്നിടത്തോളം കാലം ഒരു ഗ്രൂപ്പ് സമവാക്യം ഇവിടെ നിലനിൽക്കാൻ സമ്മതിക്കരുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഗ്രൂപ്പ് സമവാക്യം ഉണ്ടാകുകയാണെങ്കിൽ അവരതിന്റെ വിതയ്ക്കുന്നത് പോയി ജയിക്കാനപ്പോൾ അവർക്കുണ്ടാകും. കാരണം ഇവിടെ ഇപ്പോൾ കണ്ടില്ല നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പോലും ഒരു സമയത്ത് 6000 വോട്ടിന് പുറകോട്ട് പോയ 6 മുന്നോട്ട് പോയ റിപ്പോർട്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ നിന്ന് പാഠം പഠിക്കാതെ വീണ്ടും ഗ്രൂപ്പുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഇനി അവർക്ക് പച്ചവടം കഴിയില്ല എന്നും കൂടെ ജനങ്ങൾ ഓർമ്മിക്കും. അതിനാണ് ചർച്ചയില്ല. അങ്ങനെ ഉണ്ടാകുന്നത് ഒറ്റക്കെട്ടായി ഇവിടെ രാഷ്ട്രീയം നമുക്ക് വേണ്ടുന്നത് തെരഞ്ഞെടുപ്പിലാണ്. യഥാർത്ഥ സമയത്ത് രാഷ്ട്രീയത്തിൽ അപ്പുറമായിട്ട് മനുഷ്യ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പഠിച്ചു വെക്കും. നമ്മുടെ രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഉള്ളിൽ നമ്മുടെ സംസ്ഥാനം പുരോഗതി പ്രാപിക്കാൻ അയൽ സംസ്ഥാനങ്ങൾക്കും നമ്മുടെ രാജ്യത്തിനൊക്കെ ഒരു മാതൃകയാകാൻ ഇപ്പോൾ നെയ്യാകിട്ടുന്ന പ്രാർത്ഥനയെ ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ദേവസ്വത്തിൽ അർപ്പിക്കാം. തീർച്ചയായിട്ടും അച്ഛൻ, എന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് ഉയരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും ഇത്ര നേരം അച്ഛൻ്റെ ചിന്തകളും അതോടൊപ്പം തന്നെ അച്ഛൻ്റെ നിലപാടുകളും എല്ലാം ഈ നേർക്കാഴ്ചയിലൂടെ വ്യക്തമാക്കി. ഒരുപാട് നന്ദി അച്ഛാ. താങ്ക് യു.